നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എല്ലാരും കൊടുത്തല്ലോ അല്ലേ, ഇനി ഞാൻ കൊടുത്തോട്ടെ. വരുൺ, ഇത് ഇന്ന് വരുണിന് ഇടാനുള്ള ഡ്രസ്സാ. വരുണിന് ഇഷ്ടപ്പെട്ട നിറങ്ങളൊക്കെ ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട നിറവാ, വരുണിന് ചേരും. മോളിതൊക്കെ എപ്പോ വാങ്ങിച്ചു? എനിക്കറിയാം നിങ്ങളെല്ലാരും കൂടെ സർപ്രൈസ് ഒരുക്കി വെച്ചിട്ടുണ്ടാവുമെന്ന്. അപ്പൊ പിന്നെ ഞാൻ മോശമാവാൻ പാടുണ്ടോ? എന്തായാലും ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. ക്ഷേത്രത്തിലേക്ക് ഇന്ന് പോകുമ്പോ കണ്ട ആളല്ല തിരിച്ചു വന്നപ്പോ. മുഖത്തൊരു തെളിച്ചമൊക്കെ ഉണ്ട് അല്ലേ പത്മിനി? അത് ഞാൻ ശ്രദ്ധിച്ചു. ആ ശരിയാ, അവിടെ എത്തിയപ്പോ എന്റെ മനസ്സ് വല്ലാതൊന്ന് ഫ്രഷായി. ഞാൻ കാണണമെന്ന് ആഗ്രഹിച്ച കാഴ്ച കണ്ടു, പറയണമെന്ന് ആഗ്രഹിച്ചൊക്കെ പറഞ്ഞു. സോ ഈ ബർത്ത്ഡേ എന്തുകൊണ്ട് എനിക്ക് സ്പെഷ്യലാണ്. എന്നാ പിന്നെ ഇനി കേക്ക് കട്ടിങ്. പോയി ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് വാ. ശരി, ഇന്നത്തെ ബർത്ത്ഡേ അല്ലേ, എന്റെ പ്രിയപ്പെട്ടവള് എനിക്ക് തന്ന സമ്മാനം ഇട്ടുകൊണ്ടായിരിക്കും ഞാൻ നിൽക്കുക. മോള് നോക്കിക്കോ, മോളെ അവന് പൂർണ്ണമായും ഇഷ്ടമാണെങ്കിൽ മോള് കൊടുത്ത ഡ്രസ് അണിഞ്ഞ് അവൻ വരും. എന്നും പ്രതീക്ഷകൾ തെറ്റിച്ചിട്ടുള്ള ആളാണ് വരും. ഇക്കാര്യത്തിൽ എങ്ങനെയാവോ എന്തോ. അതിനെക്കുറിച്ച് കൽപ്പനയ്ക്ക് പേടി വേണ്ട. അമ്പലത്തിൽ പോയി വന്നപ്പോ അവന്റെ മാറ്റം കണ്ടില്ലേ? മനസ്സിലുള്ള ആശങ്കകളൊക്കെ ഒഴിഞ്ഞുന്നാ. അങ്ങനെ തീർത്ത് പറയാൻ വരട്ടെ ഏട്ടത്തി. പ്രശ്നങ്ങൾ മാറിയ വരുൺ തന്നെ നമ്മളോടത് പറയുമല്ലോ. സത്യത്തിൽ ഈ തർക്കത്തിന്റെ ഉദ്ദേശം എന്താ? നമ്മുടെ എല്ലാവരുടെ ആവശ്യം അവരൊന്നിച്ച് നന്നായി ജീവിക്കണമെന്നല്ലേ? അപ്പൊ കാര്യങ്ങൾ പോസിറ്റീവായിട്ടല്ലേ എടുക്കേണ്ടത്. അവൻ വരട്ടെ. ആളെത്തിയല്ലോ. മുണ്ട ഷർട്ടും എടുത്ത ആളുടെ സെലക്ഷൻ കൊള്ളടാ. കൊള്ളോ? ഞാൻ തന്നത് ഇതല്ലല്ലോ. എനിക്ക് പ്രിയപ്പെട്ടവള് തന്നത് ഇതാ. സോ എനിക്ക് ഏറ്റവും വില പിടിച്ചത് ഇതാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.